എല്ലാവർക്കും നമസ്കാരം. ഒരു ചിന്തകൻ കുടുംബത്തെപ്പറ്റി കുറിക്കുന്നു. ഫാമിലി ഈസ് ദ കീ ടു ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റ്. സന്തോഷത്തിൻ്റെ താക്കോൽ ഒരു കുടുംബമാണെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് ധാരാളം ചെറുപ്പക്കാർ വിവാഹം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ശരിക്കും അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? പുതിയ ജീവിതശൈലി, മറ്റൊരു വ്യക്തിയെ കൂടി ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര മാനസികാവസ്ഥ, വൈകാരികമായി ജീവിതത്തെ നേരിടുവാൻ തക്കവണ്ണമുള്ള കേപ്പബിലിറ്റി ഇല്ലായ്മ, ഇപ്പോൾ വസിക്കുന്ന കുടുംബത്തിൽ നിന്ന് ലഭിച്ച മാനസിക ട്രോമകളും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും, ഇവയൊക്കെ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളാണ്. ജപ്പാൻ പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ യുവതലമുറയിലെ 40% പേര് മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് കുടുംബം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് കടന്നു ചെല്ലണ്ട എന്ന്. ഒരു പഠനം തന്നെ പറയുന്നത് 2060 ആകുമ്പോൾ ജപ്പാനിലെ പോപ്പുലേഷൻ 30% കുറയുമെന്ന്. ഇപ്പോൾ നമുക്കൊരു വിചാരമുണ്ട് അത് അവിടുത്തെ പ്രശ്നമാണെന്നല്ല. ഇത് ഇന്നത്തെ കേരളീയ സമൂഹം കൂടി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. പല വീടുകളിലും മാതാപിതാക്കൾ തീ തിന്നാണ് കഴിയുന്നത്. ഈ ആശങ്ക പലപ്പോഴും പലരും വന്ന് പങ്കുവെക്കാറുമുണ്ട്. കുടുംബം എന്ന ആശയം പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകണമെങ്കിൽ അത്തരം എലമെന്റ്സ് ഉണ്ടാകേണ്ട ഇടം അവർ താമസിക്കുന്ന വീടുകൾ തന്നെയാണ്. നല്ലൊരു ജീവിതം കാഴ്ചവെച്ച് മക്കളിൽ പ്രചോദനമാകാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. തിരുക്കുടുംബത്തിൻ്റെ വാല്യൂസ് നമ്മളൊന്ന് നോക്കണം. യൗസേപ്പ് എന്ന ഗൃഹനാഥൻ നീതിമാനും ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവരുമായിട്ടാണ് ജീവിച്ചത്. എത്ര ആദരവോടെയാണ് അദ്ദേഹം വിശുദ്ധ മറിയമ്മിനോട് ഇടപെടുന്നത്. ദൈവഹിതത്തിന് വിധേയപ്പെട്ട് മറിയം ജീവിക്കുന്നു. മാത്രമല്ല, കുലീനമായിട്ടാണ് യൗസേപ്പ് പിതാവിനോട് ഇടപെടുന്നതും. കുലീനമായി ദൈവഭക്തിയോടെയും ദൈവത്തോട് ആലോചന കഴിച്ചും ജീവിച്ച ദമ്പതികളുടെ മകനെ പറ്റി, അതായത് തിരുക്കുടുംബം നൽകുന്ന മൂല്യബോധം എന്താണ്? അതായത് ആത്മാവിൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ക്രിസ്തു വളർന്നു വന്നാണ്. ഒരു കുടുംബത്തിൽ നിറയേണ്ടത് സ്നേഹം കൊണ്ടുള്ള ബഹുമാനമായിരിക്കണം, ഭയം കൊണ്ടുള്ളതല്ല. ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ. ഓരോ വ്യക്തിയും മാനസികമായും ശാരീരികമായും സുരക്ഷിതമായി ഇരിക്കുന്ന ഇടമായിരിക്കണം വീടുകൾ. ഒരു വീട്ടിനുള്ളിൽ വസിക്കുന്ന എല്ലാവർക്കും അവരുടേതായ സ്പേസ് കണ്ടെത്താനും അതേപോലെ തന്നെ ആ വീട്ടിനുള്ളിൽ അവരെല്ലാം ചേർന്നിരിക്കുന്ന പൊതു ഇടങ്ങൾ ഉണ്ടാകാനും അഭിപ്രായങ്ങൾ പറയുവാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്ന തലം ഉണ്ടായിരിക്കണം. തലമുറകളെ കുടുംബജീവിതത്തിനായി പ്രചോദിപ്പിക്കുന്ന നല്ല ഇടങ്ങളായിട്ട് മാറണം. അതിനവരെ പരിശീലിപ്പിക്കുന്നവരായി നല്ല ജീവിതം നയിപ്പാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കുകയും വേണം. 127 സങ്കീർത്തനം 1 വാക്യം: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഭൂമിയിൽ സ്വർഗത്തിൻ്റെ അനുഭവം തീർക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന വലിയ സമ്മാനമാണ് ഞങ്ങളുടെ വീടുകൾ. ഒരു വീടിനുള്ളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരും പങ്കുവെക്കുന്നവരും ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകൾ പറയുവാനും പരസ്പരം മനസ്സിലാക്കുവാനുമുള്ളൊരു തലമായിട്ട് തീരണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് മേൽ പൊഴിയണമേ. അനേകം ഭവനങ്ങൾ പരസ്പരമുള്ള പെരുമാറ്റത്തിലെ വീഴ്ച കൊണ്ട് തകർന്നടിയുന്ന കാഴ്ച ഞങ്ങൾ കണ്ടുവരുന്നു. ദൈവമേ, ആത്മാവ് നഷ്ടപ്പെട്ട ബാബേൽ പോലെ കലഹത്തിൻ്റെ ഇടങ്ങളായിട്ട് തീരരുതേ. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തോട് ആലോചന കഴിച്ച് മുൻപോട്ട് പോകുന്ന നല്ല ഭവനങ്ങൾ
രൂപപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കർത്താവെ, ഗൃഹനാഥന്മാരെയും ഗൃഹനാഥകളെയും കുഞ്ഞുങ്ങളെയും അവിടെയുള്ള ബന്ധങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഏതെങ്കിലും ഭവനത്തിൻ്റെ നടുവിലുണ്ടെങ്കിൽ കർത്താവെ, അവയെ അതിജീവിപ്പാൻ ദൈവാത്മാവിൽ അവരെ ബലപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.